ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാണല്ലോ. നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെ മറ്റു ജീവികൾക്കും കൂടെ ജീവിക്കാൻ അവകാശമുള്ളതാണ്. അപ്പൊ ആ ജീവികൾക്ക് ജീവിക്കാൻ പറ്റിയ ആവാസ വ്യവസ്ഥയായിരിക്കണം കാട്ടിലുണ്ടാകുന്നത്. കാട്ടിനകത്ത് സംഭവിച്ചിട്ടുള്ളത്, കാട്ടിനകത്തുള്ള ചെടികൾ അത് ഈ മൃഗങ്ങൾക്ക് പറ്റാത്ത കുറെ വന്നു ചേർന്നിട്ടുണ്ട്. അത് അവരുണ്ടാക്കിയതല്ല, നമ്മളുണ്ടാക്കിയതാണ്, മനുഷ്യരുണ്ടാക്കിയതാണ്. അതിന്റെ ഭാഗമായി അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്ന കാട്ടിനും മൃഗങ്ങൾക്കും വേണ്ടാത്ത കുറെ സസ്യങ്ങൾ ഇവിടെ. അതിലൂടെ സംഭവിച്ചെന്താ, നേരത്തെ നല്ല പുൽമേട് ഉണ്ടായിരുന്നു. ആ പുൽമേട് എന്ന് പറഞ്ഞാൽ വെറും പുൽമേട് മാത്രമല്ല, അതിനകത്ത് കുറെ ജീവികൾ, അവിടുത്തെ സാധാരണ സസ്യങ്ങൾ പോകും. അതിന് പകരം ഈ അധിനിവേശ സസ്യം വന്നു. അതിനകത്തേക്ക് മൃഗം പോകില്ല, അതിനടുത്തോട്ട് മൃഗം പോകാൻ തയ്യാറാണ്. ഇതിന്റെ ഭാഗമായി കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വാസന മൃഗങ്ങൾ കാണിക്കുക. അതോടൊപ്പം ഇവർക്കുള്ള പ്രശ്നങ്ങൾ, വെള്ളം കിട്ടണം, ഭക്ഷണം കിട്ടണം. വെള്ളത്തിന്റെ കാര്യത്തില് നേരത്തെ ഉള്ള ചില കുളങ്ങളൊക്കെ തകർന്നു പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ആ കുളങ്ങളൊക്കെ വീണ്ടെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, പുതിയ കുളങ്ങൾ കുടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ മഴവെള്ള സംഭരണി കാട്ടിൽ ചില പ്രദേശങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റും, അതും ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിന് വെള്ളം അവർക്ക് അവിടെ ഉണ്ടാവുക എന്നത് പ്രധാനമായിട്ട് കണ്ടിട്ടുണ്ട്.